ഇന്നത്തെ വീഡിയോയിൽ സാരി ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നാണ് നോക്കുന്നത്. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബാക്കിലെ ലെങ്ത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഷോൾഡറിലെ സ്റ്റിച്ചിൽ നിന്ന് നമ്മളിങ്ങനെ ടേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിലെ എൻഡ് വരേക്കും ഇങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ടാണ് ലെങ്ത് എടുക്കുന്നത്. ഇവിടുത്തെ ലെങ്ത് വരുന്നത് 15.5 ഇഞ്ചാണ്. അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലൗസ് ഇങ്ങനെ ഒന്ന് തിരിച്ചു വെക്കാം. ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ അളവെടുക്കുമ്പോൾ ഈ ഒരു ലൂപ്പ് പോർഷൻ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഹൂക്ക് ലൂപ്പിൻ്റെ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡബിൾ ആയി പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വിട്ടതിന് ശേഷം ടേപ്പ് ഇങ്ങനെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ അവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ടേപ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ച് വെക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ബ്ലൗസും ടേപ്പും കൂടി ഹോൾഡ് ചെയ്തതിന് ശേഷം ബ്ലൗസിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിലേക്കും ഇങ്ങനെ മെഷർമെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് അളന്നെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലൗസിനുള്ളിലൂടെ നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് കൈയിട്ടിട്ട് ഈ ടേപ്പും ബ്ലൗസും കൂടി ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഹുക്കിൻ്റെ അതുവരെ നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തന്നെയാണ് മെഷർമെൻറ്റ് നോക്കേണ്ടത്. അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ 42 ഇഞ്ചസാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ബ്ലൗസിൻ്റെ ഇവിടുത്തെ ഈ ഒരു മെഷർമെൻറ്റ് 42 ഇഞ്ചസ് വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് 38 ഇഞ്ചസിൻ്റെ ബ്ലൗസാണെന്നാണ്. അതായത് 38 ഇഞ്ചിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ അതിനോടൊപ്പം നമ്മളൊരു 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 42 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൂപ്പിൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മളിങ്ങനെ നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ചു പിടിച്ചിട്ട് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നത് 35 ഇഞ്ചസാണ്. ഇനി നമുക്ക് വേണ്ടത് ടക്ക് ലെങ്ത് ആണ്. ടക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് മുതൽ ബസ് പോയിന്റ് വരെ, അതായത് ഈ ഒരു ടക്ക് അവസാനിക്കുന്ന ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ ടക്ക് ലെങ്ത് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പം ഷോൾഡർ മുതൽ നമ്മൾ ബസ് പോയിന്റ് വരെ എടുക്കുന്ന ലെങ്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതും ഷോൾഡറിൻ്റെ സ്റ്റിച്ച് മുതൽ നമ്മളിങ്ങനെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് 10 ഇഞ്ചസാണ്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ലെങ്ത് ഷോൾഡറിലെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് അതും അത്യാവശ്യം ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ എടുക്കണം. ഇവിടെ വരുന്നത് 12 ഇഞ്ചസാണ്. അത് ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേണ്ടത് സ്ലീവിൻ്റെ റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം എടുക്കേണ്ടത്. ഇവിടെ സ്ലീവ് റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അതായത് അതിൻ്റെ ഹാഫാണ് 5.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ ടോട്ടൽ സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് 11 ഇഞ്ചസാണ്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ വിഡ്ത്താണ്. സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഷോൾഡർ വിഡ്ത്ത് ഇല്ല എങ്കിലും നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കത് ചിലപ്പം കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് അളന്നെടുക്കണം. ഒരിക്കലും നെക്ക് ഇങ്ങനെ വൈഡാക്കി വെച്ചിട്ട് മെഷർ ചെയ്യാൻ പാടില്ല. ഈ ഹുക്കൊക്കെ ക്ലോസ് ചെയ്തിട്ട് മാക്സിമം ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ എടുക്കാം. ഞാനിവിടെ ബാക്കിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 11 ഇഞ്ചസാണ്. പക്ഷേ നമ്മൾ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് തുണി രണ്ടായിട്ട് മടക്കിയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഈ 11ൻ്റെ പകുതി, അതായത് 5.5 മാർക്ക് ചെയ്യേണ്ടത്. പ്ലസ് നമുക്കിവിടെ ഈ ഒരു 2 സൈഡിലും സ്റ്റിച്ചിങ്ങിൻ്റെ മാർജിൻ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് വേണം. അതും കൂടി ചേർത്തിട്ട് നമ്മൾ 5.5ക്ക് പകരം 5.25 മാർക്ക് ചെയ്യാറുള്ളത്. അതിപ്പം ഒരു 38 ഇഞ്ചസ് ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് ഒരു 5.25 മുതൽ 6 ഇഞ്ച് വരെ തന്നെ ഷോൾഡർ കൊടുക്കാറുള്ളൂ. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇപ്പം ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ബഡ്ജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നെക്ക് നന്നായിട്ട് കയറിയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള നെക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഡെപ്തൊക്കെ കൊടുക്കുന്ന നെക്കിന് എപ്പോഴും നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതേപോലെ ഷോൾഡറിന് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് ആം ഹോളിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ റീഗാളിൻ്റെ ഡെപ്തായിട്ട് എടുക്കുന്നത്. ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ അളവും എടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ഡെപ്താണ്. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. പുതിയതിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് മുതൽ നെക്കിൻ്റെ മാക്സിമം ഡെപ്ത് വരെയാണ് നോക്കേണ്ടത്. സ്ക്വയർ ആയതുകൊണ്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ഇപ്പം റൗണ്ടൊക്കെ ആണെങ്കിലും ചില ആൾക്കാർ ക്രോസ് ആയിട്ട് നോക്കാറുണ്ട്, സ്ട്രൈറ്റ് ആയിട്ട് നോക്കാറുണ്ട്. ഏതാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും എപ്പോഴും അത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിൽ 8.25 ഇഞ്ചസാണ് വന്നത്. അത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പം സെയിം അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് മുതൽ ഏത് വരെയാണോ അതുവരെ നോക്കുന്നുണ്ട്. റൗണ്ട് നെക്കൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ടേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഇവിടെ ഫ്രണ്ട് നെക്ക് വന്നിരിക്കുന്നത് 6 ഇഞ്ചാണ്. അതും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൗസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടക്കാണ് ഈ സെൻറ്ററിൽ കാണുന്ന ഏറ്റവും വിടുത്ത് കൂടിയ ടക്ക്. ഇതിൻ്റെ വിടുത്ത് കൂടി നമ്മളൊന്ന് മെഷർ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടുത്തെ വിടുത്ത് വരുന്നത് 2 ഇഞ്ചാണ്. അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ സാധാരണ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി പറയുന്ന ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഒരു ബിഗിനർ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഷോൾഡറിന് എടുക്കുന്ന അതേ ലെങ്ത്തിലാണ് നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് ഈ ഒരു ബ്ലൗസിൽ ഞാൻ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടേ ഇല്ല. ഇപ്പം നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഷോൾഡറിൽ നിന്ന് ഞാനൊരു 5.25 മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സൈഡിലേക്ക് പിടിക്കുമ്പോൾ കറക്റ്റായിട്ടും അത് 5.25 വരുന്നുണ്ട് എങ്കിൽ ഈ ബ്ലൗസ് ഇപ്പം പ്രോപ്പർ ഫിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പം അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു മെഷർമെൻറ്റൊക്കെ മിസ്റ്റേക്ക് ആകുമ്പോഴാണ് ആം ഹോളിൻ്റെ അവിടെ ചിലപ്പോൾ ഇങ്ങനെ ലൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ആം ഹോളിൻ്റെ ഡെപ്ത് എവിടെ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഷോൾഡറിൽ നിന്ന് ഈ ആം ഹോളിൻ്റെ എഡ്ജ് വരെയുള്ള റൗണ്ടും കൂടി നമ്മൾ മെഷർ ചെയ്ത് വെക്കണം. ഇവിടെ 9 ഇഞ്ചാണ് വരുന്നത്. അതായത് അതിൻ്റെ ഇരട്ടി വരുമ്പോൾ 18 ഇഞ്ചാണ് ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത്. അപ്പോൾ ഡെപ്ത് നമ്മൾ ഷോൾഡറിൻ്റെ അതേ അളവിൽ 5.25 മാർക്ക് ചെയ്യണം. ഇത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. ഒരു സൈഡിലെ ഷോൾഡർ വിഡ്ത്ത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 2.5 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് പോകും, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് പോകും. അങ്ങനെ മൊത്തത്തിലൊരു 3 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു വിഡ്ത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഷോൾഡർ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ടോട്ടലി ഈ ഒരു മാർജിനൊക്കെ ചേർത്തിട്ട് 5.25 മാർക്ക് ചെയ്യുന്നത്. അതിൽ 3 ഇഞ്ച് നമുക്ക് ഈ ഒരു ഫാബ്രിക് മാറ്റി വെക്കണമെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് കൊടുക്കേണ്ടത് 2.25 ഇഞ്ചാണ്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ അളവ് വെച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാം. അപ്പം നന്നായിട്ട് മനസ്സിലാവും. ഇനി ചിലർക്കെങ്കിലും വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിപ്പം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഷോൾഡർ മുതൽ ബസ്റ്റ് പോയിൻ്റ് വരെയാണ് ടക്ക് ലെങ്ത് എടുക്കുന്നത്. പിന്നെ ചിലരൊക്കെ ഷോൾഡർ മുതൽ ബസ്റ്റ് എൻഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബേസ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുള്ള ആ ഒരു പോയിൻ്റ് കൂടി എടുക്കാറുണ്ട്. ബ്ലൗസിൽ നിന്ന് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലെ ഈ പീസ് എത്ര ലെങ്ത്തിൽ കട്ട് ചെയ്യണം, ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിനെ ഇങ്ങനെ ഒന്ന് തിരിച്ചിടുക. അതിനുശേഷം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സെൻറ്ററിലുള്ള ഏറ്റവും വലിയ ടക്കിൻ്റെ സെൻറ്റർ പോർഷൻ, അതായത് ഈ ഒരു പോയിൻ്റ് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഒരു സ്കെയിൽ മെഷർമെൻ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡർ മുതൽ ബസ് പോയിൻ്റ് വരെ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ഒരു മാർജിനൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ 10.5 വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മുന്നേ മെഷർ ചെയ്തിരുന്നത് 10 ആണ്. നമ്മൾ പുറമേ നിന്ന് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അത്രേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ആ 0.5 ഡിഫറൻസ് ഒന്നുമില്ല. ഒരു 1/2 ഇഞ്ച് താഴേക്ക് ടക്ക് താഴ്ന്നാലും പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ടോട്ടൽ ലെങ്ത് ഇവിടെ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചസ് ആണ്. ഇതൊക്കെ നമ്മൾ ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടി മാത്രം മാർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വേറൊരു പ്രശ്നം വരുന്നത്, നമ്മുടെ ഈ ഒരു ടക്ക്, വലിയ ടക്ക് നമ്മൾ ചില സമയത്തൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലയിടത്തൊക്കെ ചില ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവരതിങ്ങനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ തീരെ അത് എടുക്കാൻ പറ്റുന്നില്ല, കൺഫ്യൂഷൻ വരുന്നുണ്ട് എങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസിനെ ഇങ്ങനെ നേരെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ബസ് പോയിൻ്റ് മാർക്ക് ചെയ്തതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതും ഈ ഒരു സ്കെയിലിനോടൊപ്പം ഇങ്ങനെ ചേർത്ത് വെക്കുക. ഈ സ്കെയിൽ കുറച്ചുകൂടി ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. അതായത് ആ ഒരു നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ അത്രത്തോളം ഇങ്ങനെ താഴോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രോപ്പറായിട്ടൊന്ന് സെറ്റാക്കി വെക്കുക. മാക്സിമം സ്കെയിലിനോട് അടുപ്പിച്ച് വെച്ചാലേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടുള്ളൂ. ഇതിങ്ങനെ വൈഡായിട്ട് ഇരിക്കും തോറും ആ ഒരു ഡിഫറൻസ് കുറച്ച് കൂടുതൽ തോന്നും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കാണുന്ന ഈ ഒരു കോൺ ഭാഗത്ത് നമ്മളിങ്ങനെ കറക്റ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 ഇഞ്ചായിരിക്കും ആ ഒരു ഡിഫറൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയാണ് അവിടെ ആ ഒരു ആ ഒരു ടക്കിൻ്റെ വിഡ്ത്ത് പിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ ചില ബ്ലൗസുകളിലൊക്കെ നമ്മുടെ ഈ ബ്ലൗസിൽ കാണുന്നത് പോലെ ഒരു എക്സ്ട്രാ ടക്ക് കൂടി ഉണ്ടാവും. നോർമലി ഒരു 3 ടക്ക് തന്നെ ഉണ്ടാവാറുള്ളൂ. ചെസ്റ്റ് സൈസ് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടക്ക് കൂടെ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ചെസ്റ്റ് സൈസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൈസ് കൂട്ടിയും കൊടുക്കാറുണ്ട്. ജനറലി നമുക്ക് ഇത്രയും മെഷർമെൻറ്റ്സ് തന്നെ മതിയാവും. പിന്നെ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ മെഷർമെൻറ്റ് വേണമെങ്കിൽ എടുത്തു വെക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇത് സൈസ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 32 ഉള്ള സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ ചെറിയ ബാൻഡായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട്
നന്നായിട്ട് മനസ്സിലാവുക. അപ്പം ഈ ഒരു വീഡിയോയിൽ മെഷർമെൻറ്റ് മാത്രം തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്തതിൽ നമുക്ക് കട്ടിങ് ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.